ഞാൻ 5 വർഷം ഇതിൻ്റെ പുറകെ അടങ്ങിയ ആളാണ്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് ചെങ്ങന്നൂർ എൻ്റെ വീട്, അവിടെ നിന്ന് ഞാൻ ബസ് കയറി നേരെ എറണാകുളം വന്നു. എറണാകുളം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ മേല, അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു സിനിമയിൽ ഒരു കോർഡിനേറ്ററിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരാൻ. അവിടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി. ഞാൻ ഏകദേശം 20 പടത്തിൽ വേണ്ടി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അതേ സമയത്ത് ഇപ്പോഴും അന്ന് എനിക്ക് ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ മിക്കവാറും നിർത്തി അവരവരുടെ പാട്ടിന് പോയി. പക്ഷെ അപ്പോഴും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് മാനായിട്ട് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് കുറേ പരസ്യം ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ രാജുവേട്ടൻ്റെ കൂടെ ഒരു പരസ്യം ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വലിയ പറഞ്ഞു എൻ്റെ പരസ്യം വരെ അപ്പോൾ, കാരണം രാജുവേട്ടനോട് ഡയലോഗ് പറഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര അപ്പോൾ അന്ന് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഒറ്റ ഡയലോഗേ ഉള്ളൂ. രാജുവേട്ടൻ നോക്കി പറയുന്നു, ഞാൻ തിരിച്ചെന്തോ പറയുന്നു. പരസ്യം വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു ചരടുണ്ട്. അന്ന് ഞാൻ കുറിച്ചോളാം എൻ്റെ ചരട്. എനിക്ക് ദേഷ്യം വന്നത്, അയ്യോ സങ്കടപ്പെട്ടു പോയി. ഞാൻ അതിന് ഭയങ്കര കരച്ചിലൊക്കെ വന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടും കിട്ടിയൊരു അവസരം അതും പോയി. ബിഗ് ബ്രദറിൽ ഇതുപോലെയായിരുന്നു. എന്നെ നമ്മുടെ അന്നത്തെ സിദ്ദിഖ് സാറിൻ്റെ മാനേജർ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു, അഭിനയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി, ലാലേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഫൈറ്റ്. ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഫൈറ്റ് തീർന്ന് സീൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഫൈറ്റ് തുടങ്ങാൻ നേരത്തെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മാസ്റ്റർ ഒരു മാസ്ക് എടുത്തോണ്ട് വന്നിട്ട് തമ്പി ഇത് പോട്ടുക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ എന്തിനാ എന്നെ ഇവിടുന്ന് മൈസൂർ വരെ വണ്ടിയിൽ AC കൊണ്ടുവന്ന് റൂമിൽ നിന്ന് ഇത്രയും എനിക്ക് പൈസയും തന്നു എന്നെ വിട്ടിട്ട് ഞാൻ അവിടെ മാസ്ക് ഇട്ട് ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി. ഇപ്പോഴും ആ സിനിമയിൽ എനിക്കേ അറിയത്തുള്ളൂ, ആ സീനിൽ ഞാൻ കടന്ന് കറങ്ങി വീഴുന്നത്. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്തു. അപ്പം ഞാനിപ്പോ വന്ന് നിൽക്കുന്ന ഇപ്പോഴും ഉറപ്പായിട്ടും എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് ഇവിടെ വരെ വന്ന്, അപ്പൊ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആൾക്കാരായിട്ട് നടക്കുന്ന അവർക്കൊരു ശരിക്കും പറഞ്ഞ പ്രചോദനമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വിട്ടു പോകേണ്ട കാര്യമില്ല, വിചാരിച്ചാൽ എത്താം എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ ഇതാവാൻ പോകുന്നത്, മോട്ടിവേറ്റ് ആവാൻ പോകുന്നത് അടുത്ത മാസം എൻ്റെ പടം, ഞാൻ മെയിൻ ലീഡായിട്ടുള്ള ഒരു പടം ഇറങ്ങുമ്പോഴും. അപ്പോൾ അത് ഇറങ്ങുമ്പം അത് കുറച്ചുകൂടി, കാരണം താഴേന്ന് ഇങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പും, കാരണം എല്ലാ ജനങ്ങളും എൻ്റെ ഓരോ സ്റ്റെപ്പും കണ്ടുകൊണ്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നു, സ്റ്റൺമാനായി നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇപ്പം ബിഗ് ബോസിൽ കയറി, അവിടുന്ന് ഞാൻ സിനിമയിൽ വന്നു. അപ്പം എൻ്റെ ഓരോ സ്റ്റെപ്പും ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്നെ പോലത്തെ സാധാരണക്കാർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷെ അത് ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് അല്ലേ? നമ്മൾ വേണമെങ്കിൽ നമുക്ക് 2 ദിവസത്തിന് തിരിച്ചു പോയവരുണ്ട്, ഒരുപാട് പേര് പോയവരുണ്ട്, എനിക്കറിയാം. പക്ഷെ അതൊരു ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ആ സിനിമക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. റിലീസ് എപ്പോഴാണ്? അടുത്ത മാസം ലാസ്റ്റ് തേർഡ് വീക്കിൽ. സിനിമയുടെ പേര് മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. അഖിൽമാരൊക്കെ ഉണ്ട്, ഞാനുണ്ട്. അഖിൽമാരാന്റെ ആദ്യത്തെ മൂവി, എന്റെ തേർഡ് മൂവിയാണ്. ഞാൻ മൂവി ചെയ്തിട്ടുണ്ട്, ആരും കണ്ടിട്ടില്ലെന്ന്. പക്ഷെ ഇതെന്തായാലും ഞങ്ങൾ എല്ലാവരും കാണാൻ വരും. ഈ സിനിമയുടെ കൂടി ലൈഫ് ഒന്ന് മാറിയെന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. സംസാരിക്കാൻ പറ്റിയില്ല.